وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الْأَرْضُ من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ആയത്ത് 61. വഇദ് ഖുൽതും യാ മൂസ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം അല്ലയോ മൂസ, ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദ്, ഞങ്ങൾക്ക് ഒരൊറ്റ ഭക്ഷണത്തിന്റെ മേൽ സഹിച്ചു നിൽക്കാൻ കഴിവില്ല. ഫദ്ഉ ലനാ റബ്ബക്, ആകയാൽ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. യുഖ്രിജ് ലനാ മിമ്മാ തുൻബിതുൽ അർദ്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പടച്ചവൻ പുറപ്പെടുവിച്ചു തരുന്നതാണ്. മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി എന്നിവ. ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, മൂസാ നബി ചോദിച്ചു, ഏറ്റവും ഉത്തമമായതിന് പകരം ഏറ്റവും താഴ്ന്ന വസ്തുക്കളെ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലകും മാ സഅൽതും, നിങ്ങൾ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുക, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. وضربت عليهم الذلة والمسكنة وباءوا بغضب من الله, അവരുടെ മേൽ നിന്ദിതയും ദാരിദ്ര്യവും അടിച്ചേൽപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ കോപം സമ്പാദിച്ചുകൊണ്ട് അവർ മടങ്ങി. ذلك بأنهم كانوا يكفرون بآيات الله, അവർ അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ വധിക്കുകയും ചെയ്ത കാരണത്താലാണ്. ذلك بما عصوا وكانوا يعتدون, അവർ അനുസരണക്കേട് കാട്ടുകയും പരിധിലംഘനം നടത്തുകയും ചെയ്തതിന്റെ പേരിലാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് മുതൽ കുറെ ആയത്തുകൾ ഉപര്യുക്ത ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും നൽകപ്പെട്ട ഇസ്രായേൽ സന്തതികൾ ഉപദേശങ്ങളോടും അനുഗ്രഹങ്ങളോടും അനുവർത്തിച്ച മോശമായ അവസ്ഥകൾ വിശദീകരിക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ ആരുടെയെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറയുന്നത് അവർ നന്നാകുന്നതിനാണ്. പിന്നെന്തിനാണ് കുറ്റങ്ങൾ പറയുന്നത്? കുറ്റങ്ങൾ അവർ മനസ്സിലാക്കി ഉണരുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾക്കിടയിൽ അവരോട് നന്നാകാനുള്ള പ്രേരണയും എളുപ്പവഴിയും വിവരിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉണർത്തപ്പെട്ട ആളുകളിൽ സുമനസ്സുകളായ വ്യക്തികൾ ഈ ഉണർത്തലുകൾ സ്വീകരിക്കുകയും അവരുടെ ജീവിതം നന്നാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു സമുദായത്തിന്റെ പൊതുവായ അവസ്ഥകൾ വിവരിക്കുകയാണ്. പടച്ചവന്റെ അനുഗ്രഹങ്ങളും ദർശനങ്ങളും ലഭിച്ചവർ അതിന് വിലമതിക്കാതെ കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടകരമായ പരിണിത ഫലങ്ങൾ കൂടിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ കാഴ്ചപ്പാടിലൂടെ ഈ ആയത്തുകൾ പഠനം നടത്തിയാൽ മിക്കവാറും നാം ഓരോരുത്തരുടെയും ചിത്രങ്ങൾ കൂടി ഇതിൽ തെളിഞ്ഞു വരുന്നതാണ്. പടച്ചവൻ ശരിയായ നിലയിൽ കാര്യങ്ങൾ പറയുന്നതിനും ഉൾക്കൊള്ളുന്നതിനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആയത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ദുസ്വഭാവം വിവരിക്കുന്നു. പടച്ചവൻ അവർക്ക് മന്നും സെൽവയുടെയും ഉയർന്ന ആഹാരം, രാജകീയ ആഹാരം നൽകപ്പെട്ട്, പക്ഷെ അവർ പെട്ടെന്ന് അതിനെ മടുത്തു കളഞ്ഞു. പടച്ചവന്റെ അനുഗ്രഹങ്ങളോട് മടുപ്പ് കാണിക്കൽ അത് അനുഗ്രഹങ്ങളെ വിലമതിക്കാത്തതിന്റെ വലിയ അടയാളമാണ്. അവർ മടുപ്പ് കാണിച്ചുകൊണ്ട് മൂസാ നബിയോട് വേറെ ആഹാരം തരാൻ പടച്ചവനോട് പറയാൻ ആവശ്യപ്പെടുന്നു. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الْأَرْضُ مِن بَقْلِهَا وَقِثَّائِهَا وَفُومِهَا وَعَدَسِهَا وَبَصَلِهَا. നാടൻ ആഹാരങ്ങൾ, ഗ്രാമീണ വിഭവങ്ങൾ, പച്ചക്കറിയും മറ്റും ആഗ്രഹിക്കലും അതിനുവേണ്ടി പരിശ്രമിക്കലും പടച്ചവനോട് പ്രാർത്ഥിക്കലും തെറ്റല്ല. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വിലമതിക്കാതെ അതിനോട് മടുപ്പും അറപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ ചോദിക്കലാണ് നിന്ദ്യം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരൊറ്റ ആഹാരത്തിൽ സഹിച്ചു കഴിയാൻ പറ്റുകയില്ല. ഒന്നും കിട്ടാതെ ചാകാൻ പോയ സമയത്ത് പടച്ചവൻ അവർക്ക് മന്നും സൽവയും ഇറക്കിക്കൊടുത്തു. അത് കുറെ നാൾ കഴിച്ചതിന് ശേഷമാണ് ഈ സംസാരം. മൂസാ നബി അലൈഹിസ്സലാം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, قَالَ أَتَسْتَبْدِلُونَ الَّذِي هُوَ أَدْنَى بِالَّذِي هُوَ خَيْرٌ. പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ ഉത്തമ ആഹാരത്തിന് പകരം നിസ്സാരമായ ആഹാരത്തെ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? ഇഹ്ബിതൂ മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും.
അതിന് നിങ്ങൾക്ക് എന്റെ കൂട്ടത്തിൽ നിൽക്കണമെന്നില്ല. അതിന് നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കൊള്ളിൻ, അവിടെ നിങ്ങൾക്ക് കിട്ടും. എന്റെ കൂട്ടത്തിൽ വലിയൊരു ദൗത്യം മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പടച്ചവൻ നൽകുന്ന വലിയ അനുഗ്രഹമാണ് മഞ്ഞും സൽവയും. നിങ്ങൾക്ക് ആ ദൗത്യം വഹിക്കാനും നിർവഹിക്കാനും ആഗ്രഹമില്ല, താല്പര്യമില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളിൻ. ആകയാൽ പടച്ചവന്റെ അനുഗ്രഹങ്ങളോടുള്ള നന്ദികേട്, അനുഗ്രഹത്തെ വിലമതിക്കാതിരിക്കൽ വളരെ കഠിനമായ കുറ്റമാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹം അതിനെ വിലമതിക്കണം, ആദരിക്കണം. മാതാപിതാക്കൾ പടച്ചവന്റെ അനുഗ്രഹം, ഇണകൾ പടച്ചവന്റെ അനുഗ്രഹം, സന്താനങ്ങൾ പടച്ചവന്റെ അനുഗ്രഹം, എല്ലാത്തിനും ഉപരി സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും പടച്ചവന്റെ അനുഗ്രഹം, ഹലാലായ ആഹാരം പടച്ചവന്റെ അനുഗ്രഹം, ദീനിയായ ജീവിതം പടച്ചവന്റെ അനുഗ്രഹം. ഈ അനുഗ്രഹത്തെ വിലമതിക്കാതിരുന്നാൽ നമ്മൾ അതിനോട് വലിയ അലസതയും അവഗണനയും മാത്രമല്ല മടുപ്പും പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. വളരെ അപകടകരമാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, وَضُرِبَتْ عَلَيْهِمُ الذِّلَّةُ وَالْمَسْكَنَةُ وَبَاءُوا بِغَضَبٍ مِّنَ اللَّهِ. അവരുടെ മേൽ നിന്ദയും ദാരിദ്ര്യവും അടിച്ചേൽപ്പിക്കപ്പെട്ടു. പടച്ചവന്റെ കോപം അവർ സമ്പാദിച്ചു. എല്ലാ കാലഘട്ടത്തിലും അവർ നിന്ദ്യരായിരിക്കും. അഭിമാനത്തിന്റെയും പ്രകടനത്തിന്റെയും പെരുമ്പറകൾ മുഴക്കുമെങ്കിലും എല്ലാ കാലഘട്ടത്തിലും ഈ ദുസ്വഭാവങ്ങൾ കാരണം ഇവർ നിന്ദ്യരായിരിക്കും. അതുപോലെ ദരിദ്രരായിരിക്കും. സമ്പത്തിന്റെ കൂമ്പാരം ചിലപ്പോൾ കിട്ടും, എങ്കിലും ആർത്തി, പലിശയുമായിട്ടുള്ള ബന്ധം, എത്ര കിട്ടിയാലും മതി വരാത്ത ദുരാഗ്രഹം, ഇങ്ങനെയുള്ള അപകടങ്ങൾ പടച്ചവൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. പടച്ചവന്റെ കോപം അവർക്കുണ്ടായി. എന്തുകൊണ്ടാണ്? ذَلِكَ بِأَنَّهُمْ كَانُوا يَكْفُرُونَ بِآيَاتِ اللَّهِ. പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ വിലമതിക്കാതെ അതിനെ അവർ നിഷേധിച്ചു. പടച്ചവന്റെ വചനങ്ങൾ നിഷേധിച്ചു. وَيَقْتُلُونَ النَّبِيِّينَ بِغَيْرِ الْحَقِّ. നബിമാരെ പോലും ഒരു ന്യായവുമില്ലാതെ വധിക്കുകയുണ്ടായി. നല്ലവരോട് വെറുപ്പ്. ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ. അവർ ധിക്കാരം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു, പരിധിലംഘനം നടത്തി. അതിന്റെ പേരിൽ അല്ലാഹു തആല അവരുടെ മേൽ കോപിക്കുകയും നിന്ദയും ദാരിദ്ര്യവും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഈ ലോകത്ത് തന്നെ പടച്ചവന്റെ ശിക്ഷയ്ക്കും നിന്ദയ്ക്കും കാരണമാകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. പടച്ചവന്റെ വചനങ്ങൾ നിഷേധിക്കൽ, നബിമാരോട് ശത്രുത കാണിക്കൽ, പാപങ്ങൾ പ്രവർത്തിക്കൽ, പരിധിലംഘനം നടത്തൽ. മറിച്ച് പടച്ചവന്റെ വചനങ്ങളിൽ വിശ്വസിക്കലും ദൃഷ്ടാന്തങ്ങളെ ആദരിക്കലും, നബിമാരിൽ വിശ്വസിച്ച് അവരോട് വളരെ ബഹുമാനാദരവുകളോടെ വർത്തിക്കലും നന്മകളിൽ മുഴുകലും പടച്ചവന്റെ അനുഗ്രഹത്തിനും ഇരുലോക വിജയത്തിനുമുള്ള മാർഗങ്ങളാണ്. ആകയാൽ യഹൂദികളുടെ പ്രധാനപ്പെട്ടൊരു ദുസ്വഭാവമാണ് മടുപ്പും നന്ദികേടും. പടച്ചവന്റെ അനുഗ്രഹങ്ങളോടുള്ള മടുപ്പ്, നന്ദികേട്, നിഷേധ മനസ്ഥിതി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ അപകടമാണ്, വലിയ നാശമാണ്. ഈ നാശത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം നാശത്തിലാണെന്ന് പോലും അറിയാത്ത രീതിയിൽ മനുഷ്യരെ നാശത്തിൽ കൊടുക്കുന്ന പ്രവണതകളാണ്. ذَلِكَ بِأَنَّهُمْ كَانُوا يَكْفُرُونَ بِآيَاتِ اللَّهِ وَيَقْتُلُونَ النَّبِيِّينَ بِغَيْرِ الْحَقِّ ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ.